സൂര്യ, എല്ലാവർക്കും ഇപ്പോ നിങ്ങൾ ചെയ്തതിനെ കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ. പരമേശ്വരന്റെ രീതി കണ്ടില്ലേ? വരുൺ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കഴിഞ്ഞു. വരുണിനെ പോലീസിൽ ഏൽപ്പിച്ചാലേ പരമേശ്വരന് സമാധാനം കിട്ടുള്ളൂ എന്നാ പറയുന്നത്. അവന്റെ അച്ഛൻ തന്നെ പറയുമ്പോ അന്വേഷിക്കുന്നവർക്ക് എളുപ്പമല്ലേ? എനിക്കതിലൊന്നും ഒരു പേടിയില്ല മുത്തശ്ശി. എന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യട്ടെ, അറസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോട്ടെ. എന്തെങ്കിലും സത്യം തെളിയുമല്ലോ. പിന്നെ ഇപ്പൊ എന്താ? നിന്നെ ആരാ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നേ? നിന്നെ ആരാ ലോക്കപ്പിലിടുന്നേ? അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നീ ചിന്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞാനും കൂട്ടുപ്രതിയല്ലേ. കണിമംഗലത്ത് നിന്ന് ഒരാളാണ് പ്രിയങ്കയെ കൊന്നതെന്ന് പോലീസിന് നിർബന്ധം ഉണ്ടെങ്കിൽ ആ കുറ്റം ഞാനങ്ങ് ഏറ്റെടുത്തോളേ. കേട്ടോ? അതെ, ഈ കുറ്റം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ? അല്ല, നാട്ടിലുള്ള വേറെ വല്ല കൊലപാതകങ്ങളും ഏറ്റെടുക്കാൻ ഉദ്ദേശമുണ്ടോ? സ്വന്തം ജീവിതം ഇല്ലാതാക്കിയിട്ട് അനുജന് കൂട്ടു നിൽക്കൊന്നും വേണ്ട. തെറ്റ് ചെയ്തത് ആരായാലും അവര് ശിക്ഷിക്കപ്പെടണം. പകരം വേറെ ആള് വേണ്ട. കൽപ്പന, താനാകത്തോ? എന്തിന്? എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? വരുൺ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. നീയും പ്രിയങ്കയും തമ്മിലുള്ള പ്രശ്നത്തില് സൂര്യ ഇല്ലായിരുന്നു. പിന്നെ ആ ബോഡി ദഹിപ്പിക്കാൻ കൂട്ടുന്നത് സൂര്യ ചെയ്ത മണ്ടത്തരം. അതിന്റെ പേരില് ഈ പാവപ്പെട്ട മനുഷ്യനെ ശിക്ഷിക്കരുത്. നീ മിണ്ടാതിരിക്കുക കൽപ്പനെ. പോലീസുകാരെ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അവർക്കറിഞ്ഞൂടെ? അവസാനം എല്ലാം വെളിച്ചത്ത് വരുമ്പോ ഈ പറഞ്ഞവരൊക്കെ കണിമംഗലത്തുണ്ടായാ മതി. ഉർവശി,